ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്നവർ മുതൽ ജനങ്ങളാകെ ഒരു വിഷയം വന്നാൽ നേരിട്ട് അറിയിക്കുന്നുണ്ട്. മരണം ഉണ്ടെങ്കിൽ അറിയിക്കും, അല്ലെങ്കിൽ കല്യാണം ഉണ്ടെങ്കിൽ അറിയിക്കും. പരമാവധി നമ്മൾ ഓടിയെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്താണ് മാത്രമല്ല, ഇപ്പോൾ പാരീസിലാണെങ്കിലും ഒരു 10 പേരെങ്കിലും ഒരു ദിവസം വിളിക്കാത്ത ദിവസം വളരെ അപൂർവമാണ് മണ്ഡലത്തിൽ. അത് പരമാവധി, അതായത് അങ്ങനെ വിളിച്ചൊരു ശീലം. മറ്റൊന്ന്, ഒരിക്കലും പരിധി വിട്ട് സംസാരിക്കാറില്ല. ഇപ്പോൾ താങ്കൾ പണ്ട് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴാണെങ്കിലും ഒക്കെ ഒരു മാന്യത പാലിച്ചുകൊണ്ടുള്ള ഇടപെടലാണ്. അത് മനഃപൂർവ്വം നടത്തുന്ന ഒരു ശ്രമമാണോ? ഞാൻ പ്രവർത്തിക്കുന്നത് എൻ്റെ പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ ആളുകൾ വരാനാണല്ലോ, ആളുകളെ എണ്ണം കുറക്കാനല്ലല്ലോ. അപ്പോൾ അത് മനസ്സിലുണ്ട്. അത് മനസ്സിൽ വെച്ചിട്ടാണ് എപ്പോഴും. ചിലപ്പോൾ നമുക്ക് കുറച്ച് പറയേണ്ടി വന്നിട്ടുണ്ട്, പറയാറുണ്ട്. പക്ഷെ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കൊല്ലമൊക്കെ എൻ്റെ അടുത്ത് നോക്കിയാൽ ഒന്നുമില്ല. ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. എന്നാലും ഇങ്ങനെ കടന്നാക്രമണം വരുമ്പോൾ മനസ്സൊന്ന് പ്രതികരിച്ചു പോകില്ലേ? കാരണം പ്രത്യേകിച്ചും ഒരു വിവാഹം കഴിച്ചു എന്നതിൻ്റെ പേരിൽ മരുമകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പദപ്രയോഗം ഉണ്ടാക്കുകയാണ്. സാധാരണ മലബാറിലുള്ള പ്രയോഗമാണ് മരുമകൻ എന്നുള്ളത്. ഇതൊക്കെ വിഷമം തോന്നാറുണ്ടോ എനിക്ക്? അല്ല, ഇത് നല്ല പൊതുവേ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തത്വം പറയാൻ എളുപ്പമാണ്. അത് സ്വന്തം ജീവിക്കുന്ന മനുഷ്യൻ്റെ ഇറച്ചിയിൽ കുത്തുമുണ്ടാവുന്ന വേദന ചിലപ്പോൾ ഉണ്ടാവാം. അത് സഹിച്ച് നമ്മൾ നിലപാട് സമചിത്തയോട് കൈകാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പറയാൻ വളരെ എളുപ്പമാണ്. വ്യക്തിപരമായ അറ്റാക്ക് വരുന്നത് സമചിത്തയോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിൽ പ്രധാനം. ഈ ബേപ്പൂരിലെ ജനങ്ങൾ, ഞാൻ ഒരു ഉദാഹരണവും പറഞ്ഞുതരാം. ഈ ചിലരോട് ഞാൻ തമാശക്ക് പറയാനുണ്ട്, ഇങ്ങനെ വ്യക്തിപരമായ അറ്റാക്ക് വന്നാൽ പ്രയാസപ്പെടണ്ട, കുറച്ച് കഴിഞ്ഞാൽ 5-6 വന്നു കഴിഞ്ഞാൽ ശരിയായിക്കോളൂ എന്ന് പറയാറുണ്ട്.